ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് നാടൻ ഫുഡുകളും അവയുടെ റെസിപ്പിയുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും എൻ്റെ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാൻ പച്ചക്കറികളൊക്കെ കട്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേഗം പണികളൊക്കെ തീർക്കാൻ പറ്റി. അപ്പോൾ 2-3 സിമ്പിൾ നാടൻ കൂട്ടാനുകളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ നമുക്കിങ്ങനെ മടുത്ത് നിൽക്കുകയല്ലേ, ബീഫും ചിക്കനോടും കഴിച്ച് നമുക്ക് കുറച്ചിങ്ങനെ മതിയായും തോന്നിയിട്ടുണ്ടാവില്ലേ ഇപ്പോഴൊക്കെ. അപ്പോൾ ഞാൻ ഇവാണ്ട് കുറച്ച് മീൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കൈപ്പങ്ങ, വെണ്ടയ്ക്ക അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കാം എന്ന് കരുതി. അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈസിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചതുകൊണ്ട്. പിന്നെ നമുക്ക് ബാക്കി എന്തെങ്കിലും പണി ഉണ്ട് എന്നുള്ള ടെൻഷനൊന്നുമില്ല. ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരുന്നേ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായ കൊണ്ട് ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ കറി എന്ന് പറഞ്ഞാൽ നല്ലോണം വെള്ളമായിട്ടുള്ള കറിയല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ വറ്റിച്ചെടുക്കുന്ന ഒരു മുരിങ്ങക്കായൻ്റെ കറി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കൊണ്ട്. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച 2 തക്കാളി കേട്ടോ, കുറച്ച് ചെറിയ തക്കാളി ആയിരുന്നു. അപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ കുറച്ച് വെളുത്തുള്ളിൻ്റെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് സോക്കായി വന്നോട്ടെ. അതിന് ശേഷം പിന്നെ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇങ്ങനെ വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൈയെടുക്കാതെ തന്നെ ഇങ്ങനെ വഴറ്റി കൊടുത്തോളൂ. കാരണം മൺചട്ടി ആയതുകൊണ്ട് നല്ലോണം ചൂടിൽ കിടക്കുമ്പോൾ ഇങ്ങനെ അടി പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വലിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഈ മസാലൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നോട്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങാക്കായ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മുരിങ്ങാക്കായൊക്കെ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതിനനുസരിച്ച് നമ്മളെ മസാലപ്പൊടിൻ്റെ അളവും തക്കാളിൻ്റെ അളവും ഒക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി വീണ്ടും ഈ മസാലയിൽ ഇട്ടിട്ട് നമ്മുടെ മുരിങ്ങാക്കായ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതിൽ മസാലയൊക്കെ പിടിക്കാൻ പാകത്തിന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുരിങ്ങാക്കായ വേവാനുള്ള വെള്ളമൊക്കെ നമ്മൾ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നമ്മളിത് നല്ലോണം തിളച്ച് വറ്റിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഈ ഗ്രേവിയൊന്നും അതിലുണ്ടാവില്ല. എന്നാലും നമ്മൾ ഈ സമയത്ത് മുരിങ്ങാക്കായ വേവാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മളിതാ മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാണ്ട്. അപ്പോൾ നല്ലോണം തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്കിത് കുറഞ്ഞ തീയിലിട്ടിട്ട് ഇങ്ങനെ സ്റ്റൗമ്മ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിയോടെ കറന്നിട്ട് വേവട്ടോ. ഞാൻ മറ്റേ സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കട്ടോ. അപ്പോൾ ഞാൻ ബീൻസ് കൊണ്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ ഞാൻ എന്തായാലും ഇന്നത്തെ ഉച്ചയൂണല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇതിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു ചെറിയ സവാളൻ്റെ കഷ്ണം കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള ജസ്റ്റ് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം പിന്നെ നമ്മൾ ബീൻസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളി നല്ലോണം ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത്തിരി വെള്ളം, കാരണം ഇതൊന്നും അടി പിടിക്കാതെ നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ആവിയിൽ നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ വെള്ളം ഇല്ലാതെ ഇങ്ങനെ വേവിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വെന്ത് വരാത്ത മാതിരി തോന്നും. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമ്മുടെ ബീൻസ് വെന്ത് വരും.
പിന്നെ റെഡിയാക്കുന്നത് ഇതാ നമ്മുടെ കൈപ്പങ്ങ ഫ്രൈയും വെണ്ടക്ക ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ കൈപ്പങ്ങ ഫ്രൈയും വെണ്ടക്ക ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിക്കോളൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് നമ്മൾ കൊടുത്തയക്കുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആദ്യം ഞാൻ പാത്രത്തിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കോൺഫ്ലവർ ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം കുറച്ച് വെള്ളത്തിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാണ്ടോ. നമ്മൾ ചിക്കനും മീനും ഒക്കെ പെട്ടെന്ന് പൊരിച്ചെടുക്കാനുള്ള മസാല ഉണ്ടാവുമല്ലോ, അതേപോലത്തെ മസാലയാണ് കേട്ടോ റെഡിയാക്കുന്നത്. എന്തായാലും ഇത് ട്രൈ ആക്കിക്കോളി, നല്ല അടിപൊളി ടേസ്റ്റാണ്. മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ ഇതിൽ ഓരോ കൈപ്പങ്ങൻ്റെ പീസ് എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ മുക്കിയിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പീസായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മസാല നല്ലോണം തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം പിന്നെ ബാക്കിയുള്ള മസാല നമ്മൾ വെണ്ടക്കയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടക്ക നമ്മളിങ്ങനെ നെടുകെ കീറി ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ കീറിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ 2-3 വെണ്ടയ്ക്ക എടുത്തിരുന്നു, കുറച്ച് കൈപ്പങ്ങ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മസാല ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇതൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ക്ലീനിങ് ആണ് കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ക്ലീനിങ് ഒന്നും കാര്യമായിട്ടില്ല, നമ്മളിപ്പോൾ എടുത്ത പാത്രങ്ങളും അത് മാത്രമുണ്ട്. അപ്പോൾ 1-2 പാത്രങ്ങളും പിന്നെ നമ്മളെ മസാലപ്പൊടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാൻ കേട്ടോ. അത്ര മാത്രം പണിയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എന്നും ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. കാരണം ബാക്കിയൊന്നും ഇല്ലല്ലോ, നമുക്ക് ടെൻഷനേ ഇല്ല കേട്ടോ. കാരണം ഇതിന് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ കേട്ടോ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഉപയോഗിച്ച പാത്രങ്ങളും മസാല ബോക്സും എണ്ണൻ്റെ ടിന്നും അങ്ങനത്തെ ഒക്കെ ഞാനിങ്ങനെ തുടച്ചിട്ട് കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സ്ഥാനത്തേക്ക് പെട്ടെന്ന് തന്നെ വെക്കാൻ കഴിയും. പിന്നെ നമ്മൾ കറിയും ഉപ്പേരിയും ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിച്ച് 2-3 പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കലായി. പിന്നെ സ്റ്റൗവൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാനുള്ളൂ കേട്ടോ. കാരണം നമുക്ക് കൂടുതലായിട്ടൊന്നും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ആക്കി പണിയെടുക്കുന്നതുകൊണ്ട് വല്ലാതെ ഇങ്ങനെ തെറിക്കാനും പിടിക്കാനും ഒന്നും നോക്കാതെ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ജോലിയൊക്കെ എടുക്കൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതാണ് കേട്ടോ ഈസിന്ന്. കാരണം നമ്മളെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കിച്ചണിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഇങ്ങനെയാണ് കേട്ടോ സുഖം എന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊക്കെ ഒരു ഈസിയായി തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേഗം ഒന്ന് ബാക്കി കുളിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ വന്നപ്പോൾ പിന്നെ നമ്മൾ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നല്ലൊരു വിശാലമായിട്ടുള്ള ഫുഡ് തന്നെ കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചോറുണ്ട്. അപ്പോൾ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മുരിങ്ങാക്കായ ഞാൻ പറഞ്ഞല്ലോ നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈപ്പിലാണ് കേട്ടോ ഇത് കഴിക്കാൻ രസം. നമ്മൾ ലൂസാക്കിയിട്ട് കഴിക്കണേ തോന്നുന്നത് ഇങ്ങനെ രീതിക്കാണ് കേട്ടോ കഴിക്കാൻ രസം. നമ്മളെ ബീൻസ് പേരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കൈപ്പങ്ങ ഫ്രൈ വെണ്ടക്ക ഫ്രൈ ഇത് രണ്ടും അസാധ്യ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി. പിന്നെ മക്കൾക്ക് രാവിലെ ഉണ്ടാക്കിയ തക്കാളി കൂട്ടാനുണ്ടല്ലോ, നമ്മൾ തക്കാളി കടുവട്ടിച്ചിട്ട് ഉണ്ടാക്കണേ, അതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു മീനിൻ്റെ കഷ്ണം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലൊരു ഉച്ചയൂണാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്